ക്യാൻവ ഗ്രാഫിക് ഡിസൈൻ കോഴ്സിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ക്യാൻവ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിട്ടായിരിക്കും ലഭിക്കുക. ഇതിൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണാം വാട്ട് വിൽ യു ഡിസൈൻ ടുഡേ. തൊട്ട് താഴെ കാണാം യുവർ ഡിസൈൻസ്. യുവർ ഡിസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഇതിൽ ചെയ്തു വെച്ച വർക്കുകളാണ് ആ ഒരു ഫോൾഡറിൽ ഉണ്ടാവുക. തൊട്ടപ്പുറത്തുള്ള ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവയിൽ പ്രൊഫഷണൽ ഡിസൈനർമാർ ചെയ്തു വെച്ച 10 മില്യൺസിലധികം വരുന്ന ഡിസൈൻ വർക്ക് ഫയലുകളാണ്. ഏതൊരു വർക്ക് ഫയലും നമുക്കിതിൽ സെർച്ച് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ സെർച്ച് ടെംപ്ലേറ്റ്സ് എന്നുള്ളത് സ്കൂൾ അഡ്മിഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് സ്കൂൾ അഡ്മിഷൻ്റെ പോസ്റ്ററുകൾ കാണാം. ഈ ഒരു പോസ്റ്ററുകളെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലുള്ള ഫോട്ടോ, ടെക്സ്റ്റ്, കളറ് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു പോസ്റ്ററിന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുക്കുക. ഈ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി സ്കൂൾ എന്നുള്ളിടത്ത് കോളേജ് എന്ന് ടൈപ്പ് ചെയ്തു. പറഞ്ഞു വരുന്നത് ഇതിലുള്ള ടെക്സ്റ്റിലെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മാത്രമല്ല ഇതിലുള്ള ഫോട്ടോയും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം മുകളിലായിട്ട്. ആ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഡിലീറ്റ് ഇമേജ്, ഡിലീറ്റ് ഫ്രെയിം എന്ന് കാണാം. ഡിലീറ്റ് ഇമേജ് എന്ന് കൊടുക്കുക. ആ ഒരു ഫോട്ടോ ഡിലീറ്റ് ആയിട്ടുണ്ട്. പുതിയ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്നും കൊണ്ടുവരാനായിട്ട് താഴെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഡിസൈൻ, എലമെൻറ്റ്സ്, ടെക്സ്റ്റ് എന്നുള്ളത്. കുറച്ച് ഈ ഭാഗത്തേക്ക് നീക്കി കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ്സ് എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു ഡിസൈനിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സംഭവം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കാണില്ല. അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് കാണാം. ഇതിൽ അപ്ലോഡ്സ് എന്നൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ഫയൽസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഡിവൈസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആൽബംസ് എന്ന് കാണാം. ഈ ആൽബംസ് എന്നിവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ആൽബംസ് എന്ന് കാണാം. നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. അതല്ല, നമുക്ക് നമ്മുടെ ഫയലിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ ഇവിടെ കാണാം. അതിനായിട്ട് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ കാണാം. ഞാൻ ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വരും. ആ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഡിസൈനിലേക്ക് എത്തി. ഇനി ആ ഫോട്ടോ ഒരു ഡിസൈനിൽ കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ ഡിസൈനിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ആ ഒരു ഫോട്ടോയുടെ മുഴുവനും ഡിസൈനിൽ വന്നിട്ടില്ല. മുഴുവനും വരാനായിട്ട് ആ ഒരു ഫോട്ടോയിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. ശേഷം ആ ഒരു ഫോട്ടോ താഴേക്കൊന്ന് വലിച്ചു കൊടുക്കുക. ശേഷം ഡൺ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിലുള്ള ടെക്സ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആ ഡിസൈനിൽ കൊടുത്തിരുന്ന ആ ഫോട്ടോ ഒഴിവാക്കി വേറൊരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തു. ആ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്നും നമ്മൾ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഗാലറിയിൽ നിന്നുമുള്ള ഫോട്ടോ ക്യാൻവയിലെ ഡിസൈനിലേക്ക് കൊണ്ടുവരാമെന്നാണ്. അതുപോലെ തന്നെ ക്യാൻവയിലെ ഡിസൈൻസിലെ ടെക്സ്റ്റ് എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാം എന്നും പറഞ്ഞു. ഇനി ഒരു സ്കൂളിലെ ബിൽഡിംഗ് മാറ്റിയിട്ട് നമുക്ക് വേറെ ബിൽഡിംഗ് കൊടുക്കാം. അതിനായിട്ട് ആ സ്കൂളിലെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഡിലീറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഡിലീറ്റ് ഇമേജ് കൊടുക്കുന്നു കേട്ടോ. പുതിയൊരു ഇമേജ് കൊണ്ടുവരാനായിട്ട് ഈ അപ്ലോഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നു. ഇതിൽ അപ്ലോഡ് ഫയൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഈ ഒരു ബിൽഡിംഗ് നിങ്ങൾ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഫോട്ടോ കൊടുത്താൽ മതി. ശേഷം ആ ഒരു ഫോട്ടോയിൽ
ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ആ ഒരു ഫോട്ടോയുടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് സ്കൂൾ എന്നുള്ളത് ഞാൻ എഡിറ്റ് വന്നിട്ട് മദ്രസ അഡ്മിഷൻ എന്നാക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു പോസ്റ്റർ ഏത് രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ ഫോണ്ട് സൈസ് ഒന്ന് കുറച്ചാൽ മതി. ഫോണ്ട് സൈസ് കുറക്കാനും കൂട്ടാനും വളരെ സിമ്പിളാണ്. ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോണ്ട് സൈസ് എന്ന് വരും. ഫോണ്ട് സൈസിൽ കൂട്ടി കഴിഞ്ഞാൽ ആ ഫോണ്ട് വലുതാവുന്ന കാണാം, കുറച്ച് കഴിഞ്ഞാൽ ആ ഫോണ്ട് ചെറുതാവും. ഇനി ഒരു ഫോട്ടോ സേവ് ചെയ്യാനായിട്ട് ഇടത് സൈഡിൽ ഏറ്റവും മുകളിലുള്ള ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്ന് കാണാം. ആ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PNG എന്ന് കാണാം. PNG എന്നുള്ളത് മാറ്റിയിട്ട് JPG എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൗൺലോഡ് കൊടുക്കുന്നതിന് മുമ്പ് ക്വാളിറ്റി മുഴുവനായിട്ടും കൂട്ടുക. ശേഷം ഡൗൺലോഡ് എന്ന് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഡിസൈൻ നമ്മുടെ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഏതൊരു ഡിസൈനും ക്യാൻവയിൽ ഏതൊരു ഡിസൈനും അതിലെ ഫോട്ടോ, ടെക്സ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരുന്നു. ഇനി അടുത്തൊരു പോസ്റ്റർ ഞാൻ ഇതിൽ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ സ്കൂൾ അഡ്മിഷൻ എന്നുള്ള മാറ്റിയിട്ട് ഞാനിവിടെ ഓൺലൈൻ കോഴ്സ് എന്ന് സെർച്ച് ചെയ്യുന്നു കേട്ടോ. ഓൺലൈൻ കോഴ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓൺലൈൻ കോഴ്സിൻ്റെ പരസ്യങ്ങളിവിടെ നമുക്ക് കാണാം. ഇതിൽ കാണുന്ന എല്ലാ ഡിസൈൻ മോഡലുകളും, അതായത് എല്ലാ ഡിസൈൻ ടെംപ്ലേറ്റുകളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ക്യാൻവയുടെ പ്രോ എടുക്കണം കേട്ടോ. അത് 1 ഇയറിന് 4000 വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസിന് അത് 75% ഡിസ്കൗണ്ടിൽ എനിക്കത് ആക്ടിവേഷൻ ചെയ്യാൻ കഴിയും. അപ്പോൾ താല്പര്യമുള്ളവരെ എനിക്ക് മെസ്സേജ് ചെയ്യാം, ഞാനത് ആക്ടിവേഷൻ ചെയ്ത് തരാം കേട്ടോ. ആരും ക്യാൻവയിൽ ഡയറക്റ്റായി പോയിട്ട് ക്യാൻവ പ്രോ എടുക്കരുത്. എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1 ഇയറിന് 4000 വരും. ഇത് നമുക്ക് 1 ഇയറിന് ചെയ്യുമ്പോൾ ക്യാൻവയിലുള്ളതിനേക്കാളും 75% ഡിസ്കൗണ്ടിൽ അത് ആക്ടിവേഷൻ ചെയ്യാം. ആ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് അയച്ചുതരാം. ക്യാൻവ പ്രോൻ്റെ പ്രൈസ് നമുക്ക് ക്യാൻവയിൽ തന്നെ ആ പ്രോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. മന്ത്ലി 500, ഇനി ഇയർലി എടുക്കുമ്പോൾ 4000 കേട്ടോ. ആ ഒരു ഇയർലി പ്ലാന് നമുക്ക് ഇന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ഓഫർ വന്നിട്ടുണ്ട്. അതായത് ക്യാൻവയിലുള്ളതിനേക്കാളും 75% ഡിസ്കൗണ്ടിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങളെ Gmail ID തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കൂൾ അഡ്മിഷൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്തിട്ട് എനിക്ക് അയക്കുക. ഈ ഒരു കോഴ്സ് നിങ്ങളെല്ലാവരും പൂർത്തിയാക്കുക. പൂർത്തിയാക്കുന്നതിലൂടെ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു സ്കില്ലാണ് കേട്ടോ വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.